ഫ്ലാഷ്ബാക്ക് 3.5 മില്യൺ ഫോളോവേഴ്സ് താൻ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാ. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാവാന്ന് വെച്ചാ ഞാൻ ഇപ്പൊ പോകുന്നു, അതാ നല്ലത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ പർപ്പിൾ ചേച്ചി തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ട് പർപ്പിൾ ചേച്ചി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിക്കിൻ. മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടി ചാവും. അക്കൗണ്ടും ചിലപ്പം അടിച്ചു പോവാം. പക്ഷെ എത്ര അക്കൗണ്ട് അടിച്ചു പോയാലും ഞാൻ പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതായിരിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ ശ്രദ്ധ ഈ കേസിലായിരിക്കും. എന്നെ ഒരാളെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുതിയത് തുടങ്ങും. എനിക്കത് കേട്ടാ മതി. ചേച്ചിയുടെ 1 കോടിയോളം രൂപ സബ്സ്ക്രിപ്ഷനിലൂടെ ലഭിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചുപോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. അക്കൗണ്ട് പൂട്ടിച്ചതോടെ ചേച്ചി ഇൻസ്റ്റാഗ്രാമിനോട് പിണങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല എന്നാണ് ചേച്ചിയുടെ നിലപാട്. പകരം ചേച്ചി ഒരു വെബ്സൈറ്റ് തന്നെ അങ്ങോട്ട് തുറന്നു. ഇങ്ങനെ വിട്ട ശരിയായില്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയോയിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലും സ്വന്തം വെബ്സൈറ്റ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞ ചേച്ചിന്റെ ഒരു റേഞ്ചുകളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചതിനേക്കാളും കൂടുതൽ വെബ്സൈറ്റിൽ കാണിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, അങ്ങനെ കൂടുതൽ കാണിക്കാൻ വേണ്ടി തന്നെയാണല്ലോ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിന് സന്തോഷം, അതാണ് നമ്മുടെ പർപ്പിൾ ചേച്ചിക്ക് വലുത്. പിന്നല്ലാതെ ഞാൻ 1 വീക്കായിട്ട് ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്ക് ഭയങ്കര പരാതി, ലൈവ് കുറച്ച് പ്രീമിയം ആയതുകൊണ്ട് റേറ്റ് കുറയ്ക്കണമെന്ന്. ഞങ്ങളും ആകെ ടൈറ്റിലാണേ. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിലുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പ്രീമിയം ലൈവ് ആകുമ്പോൾ റേറ്റ് കൂടും, അതിനിപ്പോ ചേച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ചേച്ചിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുടെ ആഗ്രഹമല്ലേ ചേച്ചി, ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തു. അരി വാങ്ങാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ അരി വാങ്ങാനും കറണ്ട് ബിൽ അടിക്കാനും ഒക്കെ മാറ്റി വെച്ച പൈസ എടുത്തിട്ടാണ് ഈ ദാരിദ്ര്യം പിടിച്ചമാരൊക്കെ ചേച്ചിന്റെ ലൈവ് കാണാൻ വരുന്നത്. സമൂഹത്തിന്റെ ഓരോ ഒരു നേരം പട്ടിണി കിടന്നാലും വേണ്ടില്ല, ചേച്ചിന്റെ കലാപ്രകടനം കാണണം, ബാത്റൂമിൽ പോകണം, ഈ ഒരു ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. അവരെ കൈവിടല്ലേ ചേച്ചി, ചേച്ചിക്ക് ദോഷം കിട്ടും പറഞ്ഞില്ലെന്നാണ്. ഞാന് അഫോർഡബിൾ ആയിട്ട് നാളെ ഒരു കിടിലൻ ഓഫറിനാണ് ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ മോനെ, അതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിന്റെ ആ ഒരു ഉദാര മനസ്കഥ നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. പല സാധനങ്ങൾക്കും ഓഫർ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, എന്നാലും ഓൺലൈനിൽ ലൈവ് പോകുന്നതിനൊക്കെ ഓഫർ കൊടുക്കുന്ന കാണാൻ ആദില്ല. വന്ന് ശരീര പ്രദർശനത്തിന് വരെ ഓഫറായി. അയ്യോ സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ. പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരുപാട് പേര് പറയുന്നു അവർക്ക് ചേച്ചിയെ കാണണം, ചേച്ചിയുടെ ലൈവ് അറ്റൻഡ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ. കാണിക്കല് മാത്രല്ല കമ്പിക്കഥയുണ്ട് അല്ലെ. അല്ല, പർപ്പിൾ ചേച്ചിയുടെ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോ കമ്പിക്കഥയിൽ കുറഞ്ഞൊന്നും ആരാധകർ പ്രതീക്ഷിക്കൂലല്ലോ. കഥ പറച്ചിലും കാണിക്കലും ഒക്കെ ആയിട്ട് ഒരു 1.5 ലൈവ് തന്നെയായിരിക്കും. ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയായിട്ട് കാണിക്കരുത്. ഞാൻ 10 മണിക്കാണ്. അപ്പൊ ഫുൾ നൈറ്റ് പ്രോഗ്രാം. പിന്നെ ഞാൻ ആരെയും കമ്പനി ചെയ്യുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, എന്നെ സ്നേഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. അതൊരു ഫ്രണ്ട്ലി, ഒരു ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു ലൈവ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും കാണാം. ഓ, എനിക്കത് ആലോചിക്കാൻ കൂടി എന്ത് വർത്താനാണ് ചേച്ചി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും കാണത്തില്ല എന്നൊക്കെ. അതുകൊണ്ടാണല്ലേ അപ്പൊ ഡിസ്കൗണ്ട് തരാന്നൊക്കെ പറഞ്ഞ് പ്രീമിയം ചാർജ് അടിക്കുന്നവർ മാത്രം അതൊക്കെ കണ്ടാൽ മതി എന്നാണ്. ഡിസ്കൗണ്ടിൽ വരുന്ന പാവങ്ങൾക്ക് പട്ടി വിലയല്ലേ ചേച്ചി കൊടുക്കുന്നത്. ഇതൊരു മാതിരി പരിപാടിയായി പോയി, മോശമായി പോയി, വളരെ മോശമായി പോയി. ദാരിദ്ര്യം പിടിച്ചമാരൊന്നും ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല.